മലയാളം പാഠപുസ്തകത്തിലെ അശ്വതി എന്ന കഥയാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. അശ്വതി. നേരം സന്ധ്യാകാരായിരുന്നിട്ടും പീടികയിൽ നല്ല തിരക്കായിരുന്നു. എന്നെപ്പോലെ തന്നെ എല്ലാവരും മഴ തീരാൻ കാത്തു നിന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പകൽ മുഴുവൻ മഴയായിരുന്നല്ലോ. ഇതൊന്ന് തീർന്നിട്ട് പുറത്തേക്കിറങ്ങാമെന്ന് കരുതി ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നു. വീട്ടിലാണെങ്കിൽ പല സാധനങ്ങളുമില്ലായിരുന്നു. ഉപ്പ്, മുളക്, അരി, ഗോതമ്പ് പൊടി, അങ്ങനെ പലതും. പക്ഷേ എനിക്ക് മഴയത്ത് കുന്നു കയറിയിറങ്ങി പീടികയിലേക്ക് പോകാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ആകാശത്തേക്ക് നോക്കി മറ്റൊന്നും ചെയ്യാതെ അക്ഷമനായി ഞാൻ വീട്ടിലിരുന്നു. പീടികയിൽ വന്നവരിൽ കൂടുതലും പ്രായം ചെന്ന തൊഴിലാളി സ്ത്രീകളായിരുന്നു. അവരിൽ ചിലരെയൊക്കെ എനിക്ക് മുഖപരിചയവും ഉണ്ടായിരുന്നു. പീടികയിൽ വെച്ചു തന്നെയും പിന്നെ അവിടെ അടുത്തു തന്നെയുള്ള തീപ്പെട്ടി കമ്പനിയുടെ മുമ്പിൽ വെച്ചും മറ്റും തങ്ങൾക്ക് വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങൾ വാങ്ങി ഇരുട്ടാകുന്നതിന് മുൻപേ വീട്ടിലെത്താനുള്ള ധൃതിയിലായിരുന്നു അവരൊക്കെ. മുകുന്ദ, ദാ എനിക്ക് 100 വെളിച്ചെണ്ണ മാത്രം മതി. എനിക്ക് 2 കിലോ അരിയെ വേണ്ടു. അത് കൊണ്ടുപോയിട്ട് വേണം. വീട്ടിൽ കുട്ടികളേ ഉള്ളൂ, ഒന്ന് വേഗം തന്നാട്ടെ എന്നൊക്കെയുള്ള അവരുടെ പരിദേവനങ്ങൾ കേട്ട് ഞാൻ വരാന്തയുടെ അറ്റത്ത് മാറി നിന്നു. ഇതിനിടയിൽ പീടികക്കാരൻ എന്നെ കൊണ്ടു കഴിഞ്ഞിരുന്നു. എന്താ വേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു. പക്ഷേ തിരക്കില്ല, ഇവർക്കൊക്കെ കൊടുത്തിട്ട് മതി എന്ന് കൈക്കൊണ്ടും മുഖക്കൊണ്ടും വ്യക്തമാക്കി ഞാൻ വരാന്തയുടെ അറ്റത്ത് തന്നെ നിന്നു. അങ്ങനെ ഒരു സാക്ഷിയെ പോലെ അവിടെ നിൽക്കുമ്പോഴാണ് ആ കുട്ടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കുട്ടി നിന്നതിൻ്റെ വളരെ അരികത്ത് തന്നെയായിരുന്നു, വരാന്തയുടെ വക്കിലുള്ള തൂണ് ചാരിക്കൊണ്ട്. കഷ്ടിച്ച് 6-7 വയസ്സ് മാത്രം മതിക്കുന്ന പെൺകുട്ടിക്ക് പറിച്ചു നട്ടതിനു ശേഷം വെള്ളം കിട്ടാത്തതിനാൽ വാടിപ്പോയ ഒരു ചെടിയുടെ ദൈന്യമുണ്ടായിരുന്നു. അവളുടെ ഉടുപ്പിന് നിറമുണ്ടായിരുന്നില്ല, അത്രമേൽ അത് പഴകിയിരുന്നു. മുടിയിൽ എണ്ണമയമുണ്ടായിരുന്നില്ല. അത് വാർന്നു കെട്ടുകയോ പിന്നെ ഇഴുകയോ ഒന്നും ചെയ്യാതെ സമൃദ്ധമായി കാട് പിടിച്ചു കിടന്നു. പക്ഷേ എൻ്റെ ശ്രദ്ധ ഇതിലൊന്നും ആയിരുന്നില്ല. എൻ്റെ ശ്രദ്ധ അവളുടെ സാമാന്യത്തിലധികം വലുപ്പമുള്ള മനോഹരമായ കണ്ണുകളിലായിരുന്നു. ആ കണ്ണുകളിൽ ലോകം മുഴുവൻ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവളുടെ ശോഷിച്ച ചുമലിൽ കൈ വെച്ചുകൊണ്ട് ചോദിച്ചു, പേരെന്താ? കുട്ടി എൻ്റെ നേരെ സംശയത്തോടെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അവൾ മടിച്ചുകൊണ്ട് പറഞ്ഞു, അശ്വതി. അപ്പോഴും അവളുടെ മുഖത്ത് സംശയമുണ്ടായിരുന്നു. ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു, നല്ല പേര്. അപ്പോഴും കുട്ടി ഒന്നും പറഞ്ഞില്ല, ഒന്ന് പുഞ്ചിരിക്ക പോലും ചെയ്തില്ല. വരാന്തയുടെ വാക്കിലുള്ള മേശയുടെ മുകളിൽ ധാരാളം ഭരണികളുണ്ടായിരുന്നു. കുപ്പിയുടെയും പ്ലാസ്റ്റിക്കിൻ്റെയും. അവയിലൊക്കെ പലമാതിരി മിഠായികളും ചെറിയ ചെറിയ കേക്കുകളും ബിസ്ക്കറ്റുകളുമായിരുന്നു. മിഠായികൾ മനോഹരമായ വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ചുരുട്ടിപ്പിടിച്ച വലതു കൈ ഒരു ഭരണിയുടെ മുകളിലായിരുന്നു. അവളുടെ ശ്രദ്ധയാകട്ടെ ഇടയ്ക്ക് ഭരണിയിലും ഇടയ്ക്ക് പീടികക്കാരൻ്റെ മുഖത്തും മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ പീടികക്കാരൻ കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല. തിരക്ക് ഏതാണ്ട് തീർന്നപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, കുറേ നേരമായല്ലോ വന്നിട്ട്, എന്തൊക്കെയാ? പക്ഷേ ഞാൻ പറഞ്ഞു, അത് സാരമില്ല, നിങ്ങളാദ്യം ഇവളെ വിടൂ, ഇവൾ എന്നേക്കാൾ മുമ്പ് വന്നതാ. എന്നിട്ട് അവളുടെ വലിയ കണ്ണുകളിലേക്ക് സ്നേഹത്തോടെ നോക്കി ഞാൻ പറഞ്ഞു, അല്ലേ? പീടികക്കാരൻ വരാന്തയുടെ വക്കത്ത് കുട്ടി നിന്നിടത്തേക്ക് വന്ന് ചോദിച്ചു, എന്താ വേണ്ടത് മോളെ? കുട്ടി അപ്പോൾ മുറുക്കി പിടിച്ച കൈകൊണ്ട് ഭരണി തൊട്ട് കാണിച്ചു. പീടികക്കാരൻ എത്ര എന്ന് ചോദിച്ചപ്പോൾ കൈ തുറന്ന് കാണിച്ചു. അവളുടെ കയ്യിലുണ്ടായിരുന്നത് ക്ലാവ് പിടിച്ച ഒരു 20 പൈസത്തുണ്ടായിരുന്നു. പീടികക്കാരൻ പെട്ടെന്ന് പറഞ്ഞു, മോളെ, ഇതിന് 50 പൈസയാണല്ലോ. ഭരണിയുടെ മൂടി തുറക്കാൻ പോയ അയാൾ പിന്നീട് അത് തുറന്നില്ല. ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല. എന്നിട്ട് വിശേഷിച്ചൊന്നും സംഭവിക്കാത്ത മട്ടിൽ എന്നോട് ചോദിച്ചു, എന്തൊക്കെയാ അരി വേണ്ടേ? എത്ര കിലോയാ? കുട്ടിയുടെ നീട്ടിയ കയ്യിൽ അപ്പോഴും ആ തുട്ടുണ്ടായിരുന്നു. അവളുടെ കൈയാകട്ടെ ഭരണിയുടെ പുറത്തുമായിരുന്നു. പീടികക്കാരൻ പറഞ്ഞതൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് ഒരു കിളിരത്തോടെ ഞാൻ ഓർത്തു. ഞാൻ പീടികക്കാരനോട് ചോദിച്ചു, ഇവിടെ 50 പൈസയിൽ കുറഞ്ഞ മിഠായി ഇല്ലേ? ഇല്ല എന്ന് അയാൾ തലയാട്ടി. എന്നിട്ട് പറയുകയും ചെയ്തു, മിഠായിയൊക്കെ ഇപ്പോൾ തീവിലയല്ലേ?
നിമിഷ നേരം അവിടുത്തെ ഭരണികളിലൊക്കെ കണ്ണോടിച്ച ശേഷം ഒരു വലിയ ഭരണിയിൽ നിന്ന് മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഒരു മിഠായി ഞാൻ എടുത്തു. അതിനല്പം നീണ്ടൊരു പിടിയുമുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാതെ തന്നെ പിടിയക്കാരൻ പറഞ്ഞു, അത് ലോലിപോപ്പാ, 1.5 ഉറുപ്പികയാ വില. ഞാനൊന്നും പറയാതെ ഒരു ലോലിപോപ്പ് എടുത്ത് കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. കുട്ടി മടിച്ചപ്പോൾ ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇത് നിനക്കാ, വാങ്ങിക്കോ. കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നതല്ലാതെ മിഠായി വാങ്ങിയില്ല. അജ്ഞാതമായി ഒരു ഭയമോ മടിയോ ആ കുട്ടിയെ പിറകോട്ട് വലിക്കുന്നത് പോലെയുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് പൊടുന്നനെ ദുഃഖം കൊണ്ട് നിറഞ്ഞു. ഞാൻ വീണ്ടും അവളെ എന്നോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു, ഇത് നിനക്കാ. അപ്പോൾ പിടികക്കാരൻ പറഞ്ഞു, വാങ്ങിക്ക മോളെ, അച്ചാച്ചൻ തരുന്നതല്ലേ. എന്നിട്ട് അയാൾ അത് കുട്ടിയുടെ കയ്യിൽ നിർബന്ധപൂർവ്വം വെച്ചു കൊടുത്തു. കുട്ടി ഒരു നിമിഷ നേരം എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പുടന്നനെ അവളുടെ മുഖം പ്രകാശപൂരിതമാകുകയും ചെയ്തു. ഞാൻ ഒന്നും പറയാതെ അവളെ തന്നെ നോക്കി അവിടെ നിൽക്കുക മാത്രം ചെയ്തു. പിന്നീട് അവൾ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പീഡികക്കാരൻ പറഞ്ഞു, നിൽക്ക്. അയാൾ ആദ്യത്തെ ഭരണിയിൽ നിന്നൊരു മിഠായി എടുത്ത് കുട്ടിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു. ഇതാ, ഇതും നീ എടുത്തോളൂ. കുട്ടി അപ്പോഴും അവളുടെ കയ്യിലുണ്ടായിരുന്ന 20 പൈസ തൊട്ട് അയാൾക്ക് കൊടുത്തു. അയാൾ അത് വാങ്ങില്ല എന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷേ അയാൾ അത് വാങ്ങി. എൻ്റെ നോട്ടം കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, എന്നാലും എനിക്ക് നഷ്ടം തന്നെയാ. ഞാനൊന്നും പറഞ്ഞില്ല. എങ്കിലും അയാളുടെ മുഖത്ത് ജാള്യമുണ്ടെന്ന് എനിക്ക് തോന്നി. കുട്ടിയുടെ മുഖത്ത് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായിരുന്നു. പീഡിയക്കാരൻ വീണ്ടും പറഞ്ഞു, തീപ്പെട്ടി കമ്പനിയിലെ ഒരു തമിഴൻ്റെ മകളാ. ഞാനൊന്നും പറഞ്ഞില്ല. പീടിക വരാന്തയിലെ അരണ്ട വെളിച്ചത്തിൻ്റെ ഒരു അംശം റോഡിലുണ്ടായിരുന്നു. ആദ്യം കുട്ടി വളരെ പതുക്കെയേ നടന്നുള്ളൂ. 2 മിഠായും അവൾ തൻ്റെ കുഞ്ഞി കയ്യിൽ ഭദ്രമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അവളുടെ നടത്തത്തിൻ്റെ വേഗം കൂടുകയും ഒടുവിൽ അവൾ ഓടി ഇരുളിൽ മറയുകയും ചെയ്തു. എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് കിട്ടിയ ശേഷം ഞാൻ വീട്ടിലേക്ക് നടന്നു. സഞ്ചിയുടെ ഭാരം നിമിത്തമായിരിക്കാം ഞാൻ വളരെ പതുക്കെയേ നടന്നിരുന്നുള്ളൂ. കുന്നു കയറി ഇറങ്ങി അങ്ങനെ. ടി. പത്മനാഭൻ.